പറഞ്ഞു. എന്നിട്ട് പ്രവാചകൻ തന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. കുറേ ദിവസങ്ങൾ കഴിഞ്ഞു. സഫർ മാസത്തിന്റെ അവസാനത്തോടുകൂടി അടുത്തു വരുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനെ ജന്നത്തുൽ ബഖീയിലേക്ക് കടന്നു ചൊല്ലുകയാ. പ്രവാചകന്റെ കുടുംബക്കാര് കിടക്കുന്ന ജന്നത്തുൽ ബഖീയിലേക്ക് കടന്നു ചെന്നിട്ട് ഓരോ ഖബറിന്റെ ചാരത്ത് ചെന്നിരുന്നിട്ട് പ്രവാചകന് സലാം പറയുകയാണ്. എല്ലാവരോടും യാത്ര പറയുകയാ. പ്രവാചകൻ തന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. എന്റെ പ്രിയമുള്ളവരെ, ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകനെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെ വീടിന്റെ അകത്ത് കിടന്ന് കരയുകയാ. വല്ലാത്ത തലവേദന കാരണം അല്ലാഹുവേ ആയിഷ ബീബി കിടന്ന് കരയുകയാണ്. ആയിഷ ബീബി പറഞ്ഞു, നബിയേ മരിച്ചാ മതി നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആയിഷ നീ മരിച്ചു പോയാ നിന്റെ മയ്യത്ത് ഞാൻ കുളിപ്പിക്കും ആയിഷ. നിനക്ക് വേണ്ടി ഞാൻ ഖബർ കുടിച്ചു തരും ആയിഷ. നിന്റെ മയ്യത്ത് ഖബറിന്റെ അകത്ത് എന്റെ കൈ കൊണ്ട് ഇറക്കി വെക്കും ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് തമാശ പറയുന്നത് പോലെ അല്ലാഹുവിന്റെ റസൂല് മറുപടി പറയുമ്പോ ആയിഷ ബീബി പറഞ്ഞു, നബിയേ ഞാൻ പെട്ടെന്നങ്ങ് മരിക്കൂല നബിയേ. ഞാൻ മരിച്ചാ മറ്റുള്ള ഭാര്യമാരുടെ വീട്ടിൽ പോകാനല്ലോ. കുറേ സമയം കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ആയിഷ എനിക്ക് വല്ലാത്ത തലവേദന എടുക്കുന്നു ആയിഷ. എന്നിട്ട് പ്രവാചകന് ചുമ്മാതെയൊന്ന് ആയിഷ ബീവിയോട് ചോദിച്ചു, ആയിഷ ഞാനെങ്ങാണമങ്ങ് മരിച്ചുപോയാ, ഞാനെങ്ങാണമങ്ങ് മരിച്ചുപോയാ നീ എന്ത് ചെയ്യും ആയിഷ? ആയിഷ ബീബി റളിയല്ലാഹു തആല പ്രവാചകന്റെ വാബുത്തി പിടിച്ചിട്ട് പറയുന്നു, നബിയേ ഒരു തമാശയ്ക്ക് പോലും അങ്ങനെ പറയല്ലേ നബിയേ, ഒരു തമാശയ്ക്ക് പോലും അങ്ങനെ പറയല്ലേ നബിയേ. എന്റെ പ്രിയമുള്ളവരെ, സഫറിന്റെ അവസാന ബുധനാഴ്ച റസൂലുള്ളാഹി തങ്ങൾക്ക് പനി പിടിക്കുകയാണ്. പടച്ചവരെ, ഓരോ ദിവസം കഴിയുമ്പോഴും പനി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത ശരീരവേദനയാണ്. പ്രവാചകന് പള്ളിയിലേക്ക് പോകാൻ പോലും കഴിയുന്നില്ല. എല്ലാ ദിവസവും പടച്ചവരെ ബാങ്ക് വിളിച്ചിട്ട് ഇഖാമത്തിന്റെ സമയമാകുമ്പോ ബിലാൽ റളിയല്ലാഹു തആല പ്രവാചകന്റെ വീടിന്റെ മുന്നിൽ വന്നിട്ട് വിളിക്കും, നബിയേ നിസ്കരിക്കാ സമയമായി നബിയേ. പ്രവാചകൻ പോയി നമസ്കരിക്കുന്ന പതിവ് അങ്ങനെയാ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ ബിലാൽ റളിയല്ലാഹു തആല പ്രവാചകന്റെ വീടിന്റെ മുന്നിൽ വന്നിട്ട് അവിടെ നിന്ന് സലാം പറഞ്ഞിട്ട് വിളിക്കുമ്പോ റസൂലുള്ളാഹി പറയുന്നു, ബിലാലേ അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് ഇമാമത്ത് നിൽക്കാ പറയുകയാ. പടച്ചവനെ, പള്ളിക്കകത്ത് വല്ലാത്ത കരച്ചലായിരുന്നു, പള്ളിക്കകത്ത് വല്ലാത്ത കരച്ചലായിരുന്നു. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ദുആ ചെയ്തിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവസാനം രണ്ട് സ്വഹാബികളുടെ തോളിൽ ഇങ്ങനെ കൈയിട്ടിട്ട് നടക്കാൻ കഴിയാതെ പ്രവാചകന്റെ കാലിങ്ങനെ വലിച്ച് വലിച്ച് പള്ളിക്കകത്ത് കിടന്നു ചെന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു പ്രഭാഷണം നടത്തി. സഹാബാ, ഇന്നലെ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മുന്നിലേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് അല്ലാഹു യഖറഉസ്സലാം, അല്ലാഹു അങ്ങയോട് സലാം പറഞ്ഞിരിക്കുന്നു നബിയേ. എന്നിട്ട് ഖുർആനിലെ ഒരായത്ത് ഓതാൻ പറഞ്ഞു, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് പ്രവാചകനെ കൊണ്ട് ഈ ആയത്ത് ഓതിപ്പിക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് മടങ്ങിപ്പോയി. രണ്ടാമത് വന്നത് മീകായിൽ അലൈഹിസ്സലാം. മീകായിൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് അവിടെ നിന്ന് സലാം പറഞ്ഞിട്ട് ഖുർആനിലെ ഒരു ആയത്ത് ഓതാ പറയുകയാ, ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തൂൻ. ഈ ഖുർആനിന്റെ ആയത്ത് പ്രവാചകനെ കൊണ്ട് ബോധിപ്പിക്കുകയാ. മൂന്നാമത് കടന്നു വന്നത് അതാ ഇസ്രാഫീൽ അലൈഹിസ്സലാം. അവിടെ നിന്ന് സലാം പറഞ്ഞു. എന്നിട്ട് പ്രവാചകനോട് യാസീനിലെ ഒരു ആയത്ത് ഓതാൻ പറഞ്ഞു, ഇന്നാ നഹ്നു നുഹീൽ മൗതാ വനക്തുബു മാ ഖദ്ദമു എന്ന് തുടങ്ങുന്ന ആയത്ത് പ്രവാചകനെ കൊണ്ട് ബോധിപ്പിക്കുകയാണ്. സലാം പറഞ്ഞ് പിരിഞ്ഞുപോയി. നാലാമത് വന്നത് മലക്കുൽ മൗത്ത്